ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല രാവിലെ സമയത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. അപ്പോസ്തല പ്രവൃത്തി 27-ാമത്തെ അധ്യായം, അതിൻ്റെ 23-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചു കേൾക്കുന്നത്: എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. പ്രിയമുള്ളവരെ, അപ്പോസ്തലൻ പൗലോസ് തൻ്റെ മിഷണറി യാത്രയുടെ ഇടയിൽ താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടവനായി താൻ റോമിലുള്ള കൈസറുടെ മുമ്പിൽ നിർത്തേണ്ടതിന് വേണ്ടി കൈസറുടെ കോടതിയിലേക്ക് അപ്പോസ്തലൻ പൗലോസിനെ കൊണ്ടുപോകുന്ന സാഹചര്യം. ആ പോകുന്ന വഴിയെ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ കൂടെ ഒത്തിരി യാത്രക്കാരുണ്ട്. അവരെല്ലാം ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത്, തടവുകാരും യാത്രക്കാരും ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ഈശാനമൂലൻ അടിച്ച് വളരെ വലിയ കൊടുങ്കാറ്റടിച്ച് അവരാകെ പ്രതിസന്ധിയിലായി. അവരുടെ യാത്ര മുന്നോട്ട് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. അവർ സൂര്യനെ കണ്ടിട്ട് ദിവസങ്ങളായി. അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. അവരുടെ വകയെല്ലാം കടലിലെടുത്തിട്ടു. അവർക്ക് ആഹാരം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പറ്റാത്ത ആ മനപ്രയാസത്തിൽ, പ്രതിസന്ധിയിൽ ഇനി അവർ സൂര്യനെ കാണുന്നവർ പ്രതീക്ഷിക്കുന്നില്ല. ഇനി അവർ മറുകര കാണുന്നവർക്ക് അറിയത്തില്ല. അവർ മരിച്ചു പോകും. ആ കടലിൽ അവർ കപ്പൽ മറിഞ്ഞ് അവർ മരിച്ചു പോകും എന്നുള്ള അവസരത്തിൽ, പ്രിയമുള്ളവർ, അങ്ങനെ പ്രതിസന്ധിയുടെ വലിയ ഒരു സമയത്ത് അപ്പോസ്തലൻ പൗലോസ് പറയുന്ന കൂടെയുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ പ്രതിസന്ധിയിലാണെങ്കിലും നമ്മുടെ കൂടെയുള്ളവരെ ധൈര്യപ്പെടുത്താൻ നമുക്ക് പറ്റും. നമ്മുടെ വാക്കുകൾ അവരെ ധൈര്യപ്പെടുത്തുന്നതായിരിക്കും. ഇവിടെ പറയാം, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവം. അപ്പോൾ പൗലോസ് അപ്പോസ്തലന് കർത്താവിലുള്ള വിശ്വാസം, ധൈര്യത്തിൻ്റെ കാര്യം, എന്നെ രക്ഷിക്കുമെന്ന് പറയാനുള്ള കാര്യം ഇതാണ്: അവൻ എൻ്റെ ഉടയവനാണ്. കർത്താവ് എൻ്റെ ഉടയവനാണ്. ഞാൻ ഉടമസ്ഥനുള്ളവനാണ്. എൻ്റെ ദൈവത്തിൻ്റെ വകയാ ഞാനെന്ന് അപ്പോസ്തലൻ പൗലോസിന് അറിയായിരുന്നു. അവിടെ പറയാം, ഞാൻ എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ, ഞാൻ ആരാധിച്ചു വരുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ കർത്താവ് അതെൻ്റെ ഉടയവനാ, എൻ്റെ ഉടമസ്ഥനാ. അതുകൊണ്ട് എനിക്കൊരു ദോഷവും വരാൻ കർത്താവ് സമ്മതിക്കുകയില്ലെന്ന് അപ്പോസ്തലൻ പൗലോസിന് അറിയാം. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ സേവിക്കുന്ന കർത്താവ്, നിങ്ങൾ യേശുവിനെ വിളിക്കുന്നതെങ്കിൽ, നിങ്ങൾ യേശുവിൻ്റെ മക്കളാണെങ്കിൽ, നിങ്ങൾ കർത്താവിനെ സേവിക്കുന്നവരാണെങ്കിൽ, ഞാൻ ഉറപ്പായി ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രിയമുള്ളവരെ, ഇന്നത്തെ പ്രതിസന്ധിയിൽ കർത്താവ് നിങ്ങളെ ധൈര്യപ്പെടുത്തും. ഇന്നത്തെ പ്രതിസന്ധിയിൽ കർത്താവ് നിങ്ങളുടെ അടുക്കൽ വരും. ഇന്നത്തെ പ്രതിസന്ധിയിൽ കർത്താവ് നിങ്ങളെ വിടുവിക്കും. നിങ്ങൾ തകർന്നു പോകുകയില്ല, നിങ്ങൾ നശിച്ചു പോകുകയില്ല, നിങ്ങളൊരു അത്ഭുതമാകും. നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ നിങ്ങളുടെ ധൈര്യപ്പെടുത്താം. നമുക്ക് ധൈര്യം സംഭരിക്കാം, നമ്മുടെ കൂടെയുള്ളവരെ ധൈര്യപ്പെടുത്താം. യേശു ജീവനോടുണ്ട്. യേശു നിൻ്റെ ഉടയവനാണ്. യേശു കർത്താവിന് നിന്നെ സ്നേഹമാണ്. കർത്താവ് നശിച്ചു പോകാൻ നമ്മളെ അനുവദിക്കുകയില്ല. നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഉടയവനും ഞങ്ങൾ സേവിക്കുന്ന കർത്താവുക. ഞങ്ങളുടെ പ്രതിസന്ധിയിൽ കർത്താവെ അങ്ങ് ഇറങ്ങി വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളത് ഉറയ്ക്കുന്നു. കർത്താവെ, ഈ പ്രതിസന്ധിയിലും കർത്താവ് ഇറങ്ങി നിന്ന് അത്ഭുതം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴികൾ തുറന്നു വരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് യേശുവിൽ വിശ്വസിക്കാം. അത്ഭുതം നമുക്ക് പ്രതീക്ഷിക്കാം.